ഹായ്, അപ്പം ഇന്ന് നോമ്പറക്കുമ്പോൾ ചായക്കടി ദോശയുണ്ട്. അപ്പം ഞാൻ പൊരിക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പഴംപൊരി ഉണ്ട് പൊരിക്കണത്. അപ്പോൾ പഴംപൊരിക്കുള്ള മാവൊക്കെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് അരിപ്പൊടി കൊണ്ടുള്ള ദോശയാണ് ചുടുന്നത്. അപ്പം ദോശൻ്റെ മാവ് ഞാൻ മിക്സിയിൽ അരച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ഇനിയിപ്പോൾ കൈ കൊണ്ട് നമ്മളിങ്ങനെ ചാമ്പി നിൽക്കുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ മിക്സിയിലാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അരച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പഴം ഞാൻ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിരുന്നത്. അപ്പോൾ പഴം നല്ല പാകമായിക്കണം, നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇനിയിപ്പോൾ പഴം പൊരിക്കാൻ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ദോശ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. ദോശ ആയതുകൊണ്ട് പിന്നെ കുറച്ച് നേരം വൈകി ചുട്ടാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ പഴംപൊരി ഇങ്ങനെ ആദ്യം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴംപൊരിയാണ് ഇപ്പോൾ പൊരിക്കണത്. അപ്പോൾ പഴംപൊരി പൊരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ മാവിനിപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ കുറച്ച് ഈത്തപ്പഴം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാവ് വെറുതെ ആക്കണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നിനും പറ്റൂല്ല. അധികം മധുരക്കടി ഒന്നും നോമ്പറക്കുമ്പോൾ ടൈമിലൊന്നും മധുരമുള്ളത് അങ്ങനെ അധികം പോകുന്നില്ല. നമുക്ക് എരിവുള്ളതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പോൾ മധുരത്തിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മാവ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഈത്തപ്പഴം ആ മാവിൽ മുക്കി പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം പൊരിക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നും പൊരിച്ചിട്ടില്ല, കുറച്ചേ പൊരിച്ചിട്ടുള്ളൂ. എന്നാലും ഒരു കയ്യിലത്തെ മാവ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാണ്. അപ്പോൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ദോശയ്ക്ക് കറി ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് മസാല കറി ആക്കിയിട്ട് വെച്ചതാണ്. പിന്നെ ജ്യൂസ് അടിക്കാൻ പഴുത്ത ഓമക്കായ ഉണ്ടായിരുന്നതാണ്, ഇറാനി ഓമക്കായ. കുരു കുറവാവും ഇതിന്. അപ്പോൾ ആ ഓമക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളം കലക്കുന്നത് അധിക ദിവസങ്ങളിലും ഇതേപോലെ പച്ചമാങ്ങയിട്ടാണ് കേട്ടോ വെള്ളം കലക്കൽ. ചെറുനാരങ്ങ പിന്നിട്ട് അങ്ങനെ കലക്കലില്ല. ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കും. പിന്നെ ഒരു ഏലക്കായും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും അങ്ങനെ അടിച്ചിട്ടുണ്ട് ഞാൻ വെള്ളം കലക്കൽ. അധികം ദിവസങ്ങളിലും പച്ചമാങ്ങ കൊണ്ട് തന്നെയാണ് വെള്ളം കലക്കൽ. നാരങ്ങ ഈ നോമ്പ് വന്നതിന് ശേഷം നാരങ്ങ വെള്ളം കലക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് ഇതാക്കിടും. അപ്പോൾ ഓമക്കായ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, പാലൊക്കെ ഒഴിച്ചിട്ട്. ഇനി അതൊന്ന് അയച്ചെടുക്കണം. അപ്പം വെള്ളവും പൊരിക്കടിയും ജ്യൂസും ഒക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ കുടിച്ച് ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കില്ല. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത് ആരും തിന്നൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കലില്ല. ചക്കരമത്തനുണ്ടെങ്കിൽ അങ്ങനെ വെക്കുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടം ലൈക്ക്